ഇന്ന് കേരളത്തിൽ സർവീസ് മേഖലകൾ ഏതുമാവട്ടെ, ആ മേഖലകളെല്ലാം എടുത്താൽ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ നിയമവ്യവസ്ഥകളും, അതിന് ഞാൻ ഓരോ കാരണങ്ങളായി നിങ്ങളോട് ഞാൻ പറയാം. ഈ നിർഭയ കേസുമായി ബന്ധപ്പെട്ടിട്ട് GPS എന്ന് പറയുന്ന സംവിധാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടപ്പാക്കണമെന്ന് പറയുകയും 2019 അത് കേന്ദ്ര സർക്കാർ അതാത് സ്റ്റേറ്റുകൾക്ക് നടപ്പാക്കാമെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ നോട്ടിഫിക്കേഷൻ്റെ ഫലമായിട്ട് കേരളത്തിലല്ലാതെ മറ്റൊരു സ്റ്റേറ്റുകളിലും ഇത് പരിപൂർണമായി നടപ്പാക്കിയിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അത് തെറ്റൊന്നുമില്ല, അത് നല്ല കാര്യമാണ്. ഈ ടൂറിസ്റ്റ് ടാക്സി മേഖലകളാവട്ടെ, കൊമേഴ്സ്യൽ വിഭാഗങ്ങളാവട്ടെ, എല്ലാ വിഭാഗം വാഹനങ്ങളിലും ഇത് ഘടിപ്പിക്കണമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളവരും അതിനോട് അനുകൂലിക്കുന്നവരുമാണ് ഞങ്ങൾ. എന്നാൽ അതിൻ്റെ പേരിൽ 2019 മുതൽ ഈ നാളിതുവരെയും അതിൻ്റെ പേരിൽ ചൂഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ചൂഷണങ്ങൾ കൃത്യമായി ഓരോരുത്തരെ ബോധ്യപ്പെടുത്താനും അതിൻ്റെ പേരിൽ അത് ശരിയല്ല, അതിൻ്റെ പ്രവർത്തന രീതികളിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടെന്നും കൺട്രോൾ റൂമുകൾ പോലും പൂർണ്ണമല്ല എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ട് പോലും ഇന്നും ഈ തൊഴിലാളികളെ ഇത് പിഴിയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണ്ടേ. 2019 ഈ നിയമം വന്നപ്പോഴത്തേന് ഇത് ദ്രുതഗതിയിൽ പാസ്സാക്കിയത് കേരളമാണ്. ആ കേരളം പാസ്സാക്കിയത് നമ്മുടെ ഇന്നത്തെ വകുപ്പ് മന്ത്രിയായ ശശീന്ദ്രനാണ് അന്ന് ആ നിയമം പാസ്സാക്കുകയും അത് നടപ്പിൽ വരുത്തുവാനായിട്ട് മുന്നിൽ വന്നത്. അദ്ദേഹം കുറച്ച് കാലങ്ങൾ അതിരുന്ന സമയത്ത് ഒരു 12ഓളം കമ്പനികൾക്ക്, സ്വകാര്യ കമ്പനികൾക്കാണ് കേട്ടോ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സർക്കാരിൻ്റെ സംവിധാനം ഇവിടെയുണ്ട്. എന്താണ്? കെൽട്രോൺ പോലുള്ള സംവിധാനങ്ങളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് സ്വകാര്യ കമ്പനികൾക്ക് അദ്ദേഹം നൽകി. അദ്ദേഹം ഇത് കൃത്യമായി പാലിക്കപ്പെട്ട് അദ്ദേഹം അതിൽ നിന്നും വിട ചൊല്ലി. എന്നാൽ അതിനുശേഷം വന്നത് നമ്മളുടെ ഇവിടെ കേരളത്തിലുള്ള ട്രേഡ് യൂണിയനുകളുടെ പോലും അംഗബലമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് വന്നിരിക്കുന്ന ആൻ്റണി രാജു, അദ്ദേഹത്തിന് ഇവിടെയുള്ള കേരളത്തിലെ ട്രേഡ് യൂണിയനുകളാവട്ടെ മറ്റ് സംഘടനകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയും പോലും അംഗബലമില്ലാത്ത ഒരാൾ ഈ മന്ത്രി കസേരയിൽ വന്നിട്ട് 24ഓളം കമ്പനികൾക്ക് ഇത് നൽകിയെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണെന്ന് നമുക്ക് അരിയാഹാരം കഴിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്ന്. ഒരു ഫെസിലിറ്റിയും ഇല്ലാതെ ഇതുവരെയായിട്ടും ഇത് നടപ്പാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ചൂഷണമുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു തട്ടിപ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും. എന്നാൽ നിലവിലിപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയായിരിക്കുന്ന KB ഗണേഷ് കുമാറിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഒരു സിസ്റ്റം ഞങ്ങളെതിരല്ല, പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു ചൂഷണമുണ്ട്. ആ ചൂഷണം 2019 തൊട്ട് ഇതുവരെ 2025 വരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ താങ്കളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരുമായി ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ താങ്കൾക്ക് മനസ്സിലാവും. ഇതുവരെയായിട്ടും അതിനൊരു സംവിധാനവും ഇല്ലാതെ അതിൽ നിന്നും തൊഴിലാളികളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ വർഷാവർഷം റീചാർജ് ചെയ്യേണ്ടത് ഇപ്പോൾ 2 വർഷമാണ്. 3000 രൂപ 3500 രൂപ ഒരു ഏകീകരണവുമില്ലാതെ ഈ സ്വകാര്യ കമ്പനികൾ കൊള്ളയടിക്കുമ്പോൾ ഇതിനെ നിയന്ത്രിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു കടമയാണ്, ഉത്തരവാദിത്തമാണ്. കാരണം സുരക്ഷയുടെ പേരിൽ നടപ്പാക്കുന്ന സർക്കാർ സംവിധാനമാണിത്. അത് സ്വകാര്യ കമ്പനികൾ ചൂഷണം ചെയ്യാനും അവരത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനുമുള്ള സാഹചര്യം സർക്കാരായി അറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കുന്നത് പോലെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്നും ഈ 3000-3500 രൂപ വാങ്ങിക്കൊണ്ടിരുന്ന സാഹചര്യം അത് വീണ്ടും 6000-7000 എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ കൃത്യമായി ഓരോ കമ്പനികളും, ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ, ഓരോ കമ്പനികളിൽ നിന്നും 80 ലക്ഷം രൂപ വീതം വാങ്ങിയിട്ടാണ് ഈ കമ്പനികൾക്ക് അനുവാദം കൊടുത്തിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ അറിവ്. അത് നിങ്ങൾക്ക് പരിശോധിക്കാം, നിങ്ങൾക്ക് അന്വേഷിക്കാം. അങ്ങനെയുണ്ടെങ്കിൽ ഇതുപോലുള്ള സംവിധാനങ്ങൾ നടത്തി ഈ 80 ലക്ഷം രൂപ വീതം ഓരോ കമ്പനികളിൽ നിന്നും വാങ്ങിയെന്ന് പറയുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാൻ താങ്കൾക്ക് കഴിയുമോ? അതുപോലെ തന്നെ കെൽട്രോൺ പോലുള്ള സംവിധാനത്തിലൂടെ ഇത് സുതാര്യമായ രീതിയിൽ വളരെ കുറഞ്ഞ ചെലവിൽ അല്ലെങ്കിൽ വിലയിൽ ഇത് ജനങ്ങളിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ താങ്കൾക്ക് കഴിയുമോ? അതുപോലെ ഇത് കൊമേഴ്സ്യൽ വിഭാഗം വാഹനങ്ങളിൽ മാത്രമല്ല നടപ്പാക്കേണ്ടത്, മറിച്ച് ഇത് നടപ്പാക്കേണ്ടത് കേരളത്തിൽ നിരത്തിലിറങ്ങുന്ന എല്ലാ വാഹനങ്ങളിലും. അത് സ്വകാര്യ വാഹനമെന്നോ കൊമേഴ്സ്യൽ വിഭാഗം വാഹനമെന്നോ ഇല്ലാതെ എല്ലാ വാഹനങ്ങളിലും, നിങ്ങളുടെ വാഹനങ്ങളിൽ അടക്കം ഈ സിസ്റ്റം നടപ്പാക്കണം. കാരണം അതുകൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരാണ്. അത് കെൽട്രോൺ പോലുള്ള ഒരു സംവിധാനത്തിൽ കുറഞ്ഞ നിരക്കിൽ ഒരു സംവിധാനം ഒരുക്കുകയും
നിലവിൽ നമ്മൾ നൽകപ്പെടുന്ന മൊബൈലിനൊക്കെ റീചാർജ് ചെയ്യുന്നത് പോലെ അവരവർക്ക് തന്നെ റീചാർജ് ചെയ്യാവുന്ന ഒരു സംവിധാനത്തിലേക്കൊക്കെ ഇത് മാറ്റപ്പെട്ടാൽ ഇത് വളരെ നല്ലൊരു പദ്ധതിയാണ്. ആ പദ്ധതിയോട് ഞങ്ങൾ അനുകൂലിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെ പേരിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നതിന് കളമൊരുക്കുന്ന ഒരു മന്ത്രിയായി താങ്കൾ മാറരുത് എന്നൊരഭിപ്രായം രേഖപ്പെടുത്തുകയാണ്.